ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ. അഗെയിൻ നമ്മളുടെ കേരള സെറ്റ് എക്സാമിൻ്റെ 60 ഡേയ്സ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയേക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ മുന്നേ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫസ്റ്റ് പാർട്ട്. നമ്മൾക്ക് ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കാനുണ്ട്. അതിൽ ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ പറ്റിയിട്ട് ഇൻ ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ മെയിലിൻ്റെ സിസ്റ്റം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഈസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ മെയിലിൻ്റെ സിസ്റ്റം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മെയിലിൻ്റെ സിസ്റ്റത്തിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് മെനിസ്ട്രേഷൻ, പാർച്യൂറിഷൻ, ലാക്ടേഷൻ അങ്ങനെയുള്ള കുറച്ച് വേർഡ്സും കൂടെ പഠിക്കാനുണ്ട്. ഹോർമോണൽ റെഗുലേഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് സിലബസ് പ്രകാരം നമുക്ക് ഫോളോ ചെയ്യാനുണ്ട്. അത് നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ ഒരു അല്പം കൂടെ ഒന്ന് ഇലാബറേറ്റഡ് ആയിട്ടുള്ള വേർഷൻ അത്രയേ ഉള്ളൂ. കുറച്ച് വാക്കുകൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മെയിലിൻ്റെ സിസ്റ്റത്തിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഈസിയാണ് ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അത്ര അങ്ങോട്ട് കാര്യമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള വാക്കുകളൊന്നും തന്നെ ഇതിലില്ലെന്ന് വേണം പറയാൻ. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്ക് അങ്ങനെയാണെങ്കിൽ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. യെസ്, അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അഗെയിൻ നമ്മൾക്ക് കുറച്ച് പാർട്സുകൾ കാണാനായിട്ട് പറ്റും. മേജറായിട്ട് 6 പാർട്സാണ്. ഓവറീസ് ഉണ്ട്, ഓവിഡക്റ്റ് ഉണ്ട്, യൂട്രസ്, സെർവിക്സ്, വജൈന ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇങ്ങനെ 6 പാർട്സാണ്. അതിൽ ഓവറീസും ഓവിഡക്റ്റും നമ്മൾക്ക് 2 വീതം ഉണ്ട്. അതുകൊണ്ടാണ് പെയർ എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നത്. ഒരു ജോഡിയായിട്ടാണ് ഇവരെ കാണുക. ഞാൻ ഈ പറഞ്ഞ 6 പാർട്സും നമ്മളുടെ പെൽവിക് റീജിയനിലാണ് കാണാൻ പറ്റുന്നത്. യൂഷ്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിലിൻ്റെ സിസ്റ്റം പഠിപ്പിച്ചപ്പോഴും പെൽവിസ് റീജിയനിലാണ് നമ്മളുടെ സിസ്റ്റം ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഈ ഇടുപ്പിൻ്റെ ഭാഗത്തായിട്ടാണ്. അവിടെ തന്നെയാണ് നമ്മുടെ ഫീമെയിലിൻ്റെ സിസ്റ്റവും കാണുക. പക്ഷേ ഫീമെയിൽ സിസ്റ്റം പഠിക്കുമ്പോൾ ഈ 6 പാർട്സിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പഠിച്ചു പോകേണ്ട ഒരു ഭാഗമാണ് മാമറി ഗ്ലാൻസ്. അപ്പം അതും നമ്മുടെ ഫീമെയിലിൻ്റെ സിസ്റ്റത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഫീമെയിൽ സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു 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 ഭാഗം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ 6 ഭാഗങ്ങൾ നമ്മൾ ഈ പറഞ്ഞത് പെൽവിക് റീജിയനിലും പിന്നെ നമ്മുടെ ചെസ്റ്റ് ഏരിയയിൽ നമ്മൾക്ക് 2 മാമറി ഗ്ലാൻസും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ. പിടികിട്ടിയോ? അപ്പം ഇവരെ പറ്റിയിട്ടൊക്കെ ഈ 7 പാർട്സിനെ പറ്റിയിട്ടും ടോട്ടൽ 7 ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ 7 പാർട്സിനെ പറ്റിയിട്ട് നമ്മൾ ഇൻ ഡീറ്റെയിൽ ഇവിടെ ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഓവറീസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഓവറീസ് ആണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ഓവറീസ് തന്നെയാണ്. ഈ ഓവറീസ് ആണ് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓവം നമുക്കറിയാലോ, ഇപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എംബ്രയോണിക് പീരിയഡിൽ തന്നെ ഈ ഓവംസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കില്ല. ഒരു പ്രൈമറി ഊസൈറ്റ് എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും അതുണ്ടാവുക. എന്നിട്ട് ഈ പ്രൈമറി ഊസൈറ്റ്സ് എന്നുള്ള രീതിയിൽ ഈ ഒരു കാലഘട്ടം മൊത്തം അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് നമ്മൾക്കൊരു പ്യൂബർട്ടി അല്ലെങ്കിൽ ഒരു അഡോളസൻസ് കാലം എത്തുമ്പോഴത്തേക്കും ഈ പ്രൈമറി ഊസൈറ്റ് എന്നുള്ളത് കൺവേർട്ട് ചെയ്ത് സെക്കൻഡറി ഊസൈറ്റ് ആകും. എന്നിട്ട് പിന്നീട് സെക്കൻഡറി ഊസൈറ്റിന് വേണ്ടതായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ സംഭവിച്ചു പിന്നീട് എന്തായിട്ട് മാറും? അത് ഓവമായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടും. ഇങ്ങനെയാണ്. ആൻഡ് നമ്മൾ ഈ പറഞ്ഞ ഊഗോണിയ, പ്രൈമറി യൂസൈറ്റ്, സെക്കൻഡറി യൂസൈറ്റ്, ഓവം അങ്ങനെയുള്ള പല പല സ്റ്റെപ്സിലൂടെ പാസ് ചെയ്ത് ലൈക്ക് മെച്യൂർ ആയിട്ടുള്ള ഓവമായിട്ട് റിലീസ് ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സുകളെ നമ്മൾ ഊജെനസിസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കൽ അല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു ഓവം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓവറീസ് ആണ്. ആൻഡ് ഓവം ജനിക്കുമ്പോൾ മുതൽ നമ്മൾക്കുണ്ടെങ്കിൽ പോലും അത് മെച്യൂറായിട്ട് റിലീസ് ചെയ്യപ്പെടുന്നത് ഓവറീസ് മെച്യൂർ ആകുന്ന കാലഘട്ടം. ദാറ്റ് മീൻസ് ഒരു കുട്ടിയുടെ അഡോളസൻസ് കാലഘട്ടത്തിലായിരിക്കും. പിടികിട്ടിയോ? ആൻഡ് ഓവറീസ് മെച്യൂറായി ഓവം റിലീസിങ് തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് നമ്മൾക്കുണ്ടാകുന്ന ഏറ്റവും ആദ്യത്തെ മെനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനിയും യൂഷ്വലി നമ്മളുടെ ലോവർ എബ്ഡോമൻ്റെ 2 സൈഡ്സിലായിട്ടൊക്കെ ആയിട്ട് നമുക്ക് ഈ ഓവറീസ് ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുക. ഓവൽ ഷേപ്പിലുള്ള ഒരു സാധനമാണ് ഈ ഓവറീസ് എന്ന് പറയുന്നത്. ഈ ഓവറീസിനെ കവർ ചെയ്തിട്ട് ഒരു എപ്പിത്തീലിയൽ ഫോൾഡിംഗ് ഉണ്ട്. ഒരു എപ്പിത്തീലിയൽ കവറിങ് നമ്മൾക്ക് ഓവറിനെ കവർ ചെയ്തിട്ട് കാണാനായിട്ട് പറ്റും. ആൻഡ് ഈ കവറിങ്ങിനകത്ത് നമ്മൾക്ക് ഓവേറിയൻ സ്ട്രോമ കാണാം. സ്ട്രോമയിനെ നമ്മൾ 2 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒരു സഞ്ചിക്കകത്ത് ഈ പറഞ്ഞ ഓവറി ഇട്ട് വെച്ചേക്കുന്നതായിട്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ ആ സഞ്ചിയാണ് എപ്പിത്തീലിയം, അതിനകത്തുള്ളത് ഓവേറിയൻ സ്ട്രോമ. ഓവേറിയൻ സ്ട്രോമയെ തന്നെ നമ്മൾ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. പുറമേയുള്ള ഔട്ടർ റീജിയനിൽ കാണുന്നതാണ് കോർട്ടെക്സ് ആൻഡ് അകത്തുള്ള ഇന്നർ പോർഷൻ എന്ന് പറയുന്നത് മെഡുലയാണ്.
അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ, പെരിഫറി കോർട്ടെക്സ് എന്നും ഇന്നർ പോർഷനെ മെഡുല എന്ന് വിളിക്കുന്നു. ദ സെയിം തിങ് തന്നെയാണ് ഇവിടെയും കേട്ടോ. ഓക്കെ, ആൻഡ് ഇത് നമ്മളുടെ ഈ ഒരു വ്യൂ ആണ് കേട്ടോ, സൈഡ് വൈസ് ആയിട്ടുള്ള നമ്മളുടെ സിസ്റ്റം ഇരിക്കുന്നതിൻ്റെ ഒരു വ്യൂ ആണ്. ആൻഡ് ഞാൻ ഈ പിക്ചർ ഇവിടെ വെച്ചേക്കുന്നതിന് ഒരു റീസണേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ യൂട്രസ് ലേബൽ ചെയ്തേക്കുന്നത് കാണാം അല്ലേ, യൂട്രസ് ദെൻ സെർവിക്സ് അങ്ങനെയുള്ള കുറച്ച് ലേബലിങ്സ് കാണാൻ പറ്റും. അപ്പോൾ ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പോർഷനിൽ യൂട്രസും സെർവിക്സ് ഒക്കെ ലേബൽ ചെയ്തേക്കുന്നുണ്ടോ, ആ ഒരു പോർഷനിലാണ് അവരുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇരിക്കുന്നുണ്ടായിരിക്കുക. അതിൻ്റെ ഇപ്പുറം ഇടതുവശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് യൂറിനറി ബ്ലാഡറും യൂറിനറി ഓപ്പണിങ്സ് ഒക്കെയാണ്. വലതുവശത്തായിട്ട് നമ്മളുടെ ലാർജ് ഇൻഡസ്റ്റൈൻ്റെ ഒരു ഓപ്പണിങ്ങും റെക്ടം എനസ് ഒക്കെയാണ് കാണുന്നത്. മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൽസിന് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഫീക്കൽ മാറ്റർ പുറത്തേക്ക് കളയാൻ വേണ്ടി എനസ് ഉണ്ട്, പക്ഷേ സ്പേമും യൂറിനും പാസ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു കോമൺ ഓപ്പണിംഗ് ആണ്. ആ ഒരു കോമൺ ഓപ്പണിംഗ് കൂടെ തന്നെയാണ് സ്പേമും അതുപോലെ യൂറിനും പാസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ മെയിലിൻ്റെ സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. പക്ഷേ ഫീമെയിൽസിലേക്ക് വരുമ്പോഴത്തേക്കും ഫീക്കൽ മാറ്റർ പാസ് ചെയ്ത് പോകാൻ വേണ്ടി എനസ് ഉണ്ട്, യൂഷ്വലി മെയിൽസിനുള്ള പോലെ തന്നെ. ആൻഡ് യൂറിൻ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് യൂറിനറി ഒരു ട്രാക്റ്റ് ഉണ്ട്, യൂറീത്രനെ കണക്ട് ചെയ്തിട്ടൊരു യൂറിനറി ട്രാക്റ്റ് ഉണ്ട്. ആ ട്രാക്റ്റ് ഓപ്പൺ ചെയ്തത് യൂറീത്രയിലേക്കാണ്. യൂറീത്ര വഴിയായിട്ടാണ് യൂറിൻ വെളിയിലോട്ട് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ വേറൊരു പാർട്ട്, ഫീക്കൽ മാറ്റർ പാസ് ചെയ്യാൻ വേറൊരു പാർട്ട്. ഇനി മെൻസ്ട്രൽ ബ്ലഡ് അല്ലെങ്കിൽ ബേബിയുടെ ഡെലിവറി അതൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു പിക്ചറിനകത്ത് നടുവിലുള്ള വജൈന അതുപോലെ സെർവിക്സ് പോലെയുള്ള ഭാഗങ്ങൾ ലേബൽ ചെയ്തേക്കുന്നത് കണ്ടോ, ആ ഒരു പോർഷൻ. അപ്പോൾ യൂറിൻ പാസ് ചെയ്ത് പോകുന്നത് യൂറീത്രയിൽ കൂടെ, ഫീക്കൽ മാറ്റർ പാസ് ചെയ്ത് പോകുന്നത് എനസിൽ കൂടെ, ആൻഡ് മെൻസ്ട്രൽ ബ്ലഡ് അല്ലെങ്കിൽ ബേബി ഡെലിവറി ഒക്കെ നടക്കുന്നത് വജൈനയിൽ കൂടെ. അങ്ങനെ 3 ഡിഫറെൻറ്റ് ഓപ്പണിങ്സ് സ്ത്രീകളിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ശരി. ഇനിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓവറീസിനെ കണക്ട് ചെയ്തിട്ട് വരുന്ന ഒരു കുഴൽ പോലെയുള്ള ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സാണ് ഓവിഡക്റ്റ്. ഓവറീസ് 2 ഉണ്ടായതുകൊണ്ട് ഈ ഓവറീസിനെ കണക്ട് ചെയ്യുന്ന ഡക്റ്റുകളും 2 ഉണ്ട്. അപ്പോൾ 2 ഓവിഡക്റ്റുകൾ അല്ലെങ്കിൽ 2 ഫാലോപ്പിയൻ ട്യൂബ് എന്ന് പറയാം. ഓവിഡക്റ്റിൻ്റെ മറ്റൊരു പേരാണ് ഫാലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫാലോപ്പിയൻ ട്യൂബും യൂട്രസും വജൈനയും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഫീമെയിലിൻ്റെ ആക്സസറി ഡക്റ്റ്. മെയിലിൻ്റെ ആക്സസറി ഡക്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? സിമിലർലി ഫീമെയിലിൻ്റെ ആക്സസറി ഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2 ഓവിഡക്റ്റുകൾ, പിന്നെ യൂട്രസ്, ദെൻ വജൈന, ഇത്രയും സാധനങ്ങൾ ഇൻകോർപ്പറേറ്റഡ് ആണ് എന്നുള്ളത് ഓർക്കുക. ഒരു ഫാലോപ്പിയൻ ട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളുടെ ഓവറിനെയും യൂട്രസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും. അപ്പോൾ ഓവറി ടു യൂട്രസ് തമ്മിലുള്ള കണക്ഷൻ കൊണ്ടുവരുന്നത് ആരാണ്? ഇറ്റ് ഈസ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ് എന്നുള്ളത് ഓർക്കുക. പിടികിട്ടിയോ? ഇനി നമ്മൾ ഈ ഫാലോപ്പിയൻ ട്യൂബിൻ്റെ പോർഷൻസിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓവറയ്ക്ക് അടുത്ത് കാണുന്ന ഒരു ഫണലിൻ്റെ ഷേപ്പിൽ, ഫണൽ എന്ന് വെച്ചാൽ കുനിയിൽ കമഴ്ത്തി വെച്ചേക്കുന്ന ഒരു ഷേപ്പിലൊരു ഭാഗമുണ്ട്, അതിനെയാണ് ഇൻഫണ്ടിബുലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുക. ഈ ഇൻഫണ്ടിബുലത്തിൻ്റെ അറ്റത്തായിട്ട് വിരൽ പോലെയുള്ള ചെറിയ പ്രൊജക്ഷൻസ് കാണാൻ പറ്റും, അതിനെയാണ് നമ്മൾ ഫിംബ്രിയെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ഈ ഓവറി റിലീസ് ചെയ്യുന്ന ഓവം ഉണ്ടല്ലോ, അതിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിരലുകൾ അല്ലെങ്കിൽ വിരലുകൾ നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതല്ലേ, പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ലേ. സിമിലർലി ഇവിടെയും ഇൻഫണ്ടിബുലത്തിൻ്റെ എഡ്ജുകൾ വിരലുകൾ പോലെ ഇരിക്കുന്നു എന്ന് മിസ് പറഞ്ഞു. അപ്പം അവരും ഇതുപോലെ ഓവറി റിലീസ് ചെയ്യുന്ന എഗ്ഗിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നത്. പിടികിട്ടിയല്ലോ? യെസ്, ഇതാണ് ആ പിക്ചർ. നോക്കിക്കോളുക. ഓവറിൻ്റെ അടുത്ത് കുനിയിൽ പോലത്തെ ആ ഒരു കമഴ്ത്തി വെച്ചേക്കുന്ന കുനിലിൻ്റെ പോലത്തെ ഒരു ഭാഗം കാണാം. ഇൻഫണ്ടിബുലം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഫണ്ടിബുലത്തിൻ്റെ അറ്റത്ത് വിരലുകൾ പോലെ ഒരുപാട് വിരലുകൾ ലേബൽ ചെയ്തേക്കുന്നത് കാണാം, അതാണ് ഫിംബ്രിയ. ഇനി അത് കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത ഭാഗമാണ് ആംപുള്ള ആൻഡ് ഇസ്തമസ്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. കുറച്ചും കൂടെ നമ്മൾ ആംപുള്ള എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫണ്ടിബിളം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഭാഗമാണെങ്കിലും അതൊരല്പം വൈഡർ ആയിട്ടുള്ള ഭാഗമാണ് ആംപുള്ള എന്ന് പറയുന്നത്. ഇനി ഇസ്തമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാരോവർ ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ ഫിംബ്രിയെ, അത് കഴിഞ്ഞ് ഇൻഫണ്ടിബുലം, അത് കഴിഞ്ഞ് ആംപുള്ള, അത് കഴിഞ്ഞ് ഇസ്തമസ്. ആംപുള്ള കുറച്ച് വൈഡറാണ്, ഇസ്തമസിലോട്ട് വരുമ്പോഴത്തേക്കും അത് നാരോ ആയിക്കൊണ്ടിരിക്കും. ഇസ്തമസ് ആണ് യൂട്രസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഭാഗം. ഇതെല്ലാം ഒരു കുഴലിൻ്റെ ആ ഡക്റ്റിൻ്റെ തന്നെ പാർട്സ് ആണ് കേട്ടോ. ഈ പറഞ്ഞ ഫിംബ്രിയയും ഇൻഫണ്ടിബുലവും ആംപുള്ളയും ഇസ്തമസും കൂടെ ചേർന്നാലാണ് നമ്മളതിനെ ഫാലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ഈ ഫിംബ്രിയെ നമ്മൾ ഓവം കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ ഫിംബ്രിയെ അത് ഇൻഫണ്ടിബുലത്തിലേക്ക് കൊടുക്കും, ഇൻഫണ്ടിബുലത്തിൽ നിന്ന് അത് ആംപുള്ളിലോട്ട് പോകും, ആംപുള്ളിൽ നിന്ന് ഇസ്തമസിലോട്ട് പോകും, എന്നിട്ടാണ് അത് യൂട്രസിലെത്തുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഓവിഡക്റ്റിൻ്റെ പാർട്സ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾക്ക് എന്തുണ്ട്, ഒരു യൂട്രസിൻ്റെ ഒരു വലിയ യൂട്രസാണ് നമുക്കുള്ളത്. പെയറിൻ്റെ ആകൃതിയിലുള്ളൊരു യൂട്രസാണ്. പെയർ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു ഷേപ്പാണ് യൂട്രസിനുള്ളത്. വൂമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ കൊളോക്കിയലുള്ള ടേമിൽ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ യൂട്രസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ സ്ഥാനത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ലിഗമെൻറ്റ്സ് വെച്ചിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക.
അപ്പോൾ നമ്മളൊരു വള്ളി വെച്ചിട്ട് നമ്മുടെ യൂട്രസിനെ ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്ന പോലെ എന്ത് കാണാം, ലിഗമെൻറ്റ്സ് കാണാം. നിങ്ങൾക്കത് ആ തൊട്ട് മുന്നത്തെ പിക്ചറിൽ അത് കാണാൻ പറ്റും. കണ്ടോ, ലിഗമെൻറ്റ്സ് അവിടെ ലേബൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ലേബൽ ചെയ്തിട്ടില്ല, പക്ഷേ ലിഗമെൻറ്റ്സ് നമുക്കവിടെ കാണാൻ പറ്റും. ലിഗമെൻറ്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്തിരിക്കുക, നമ്മുടെ യൂട്രസിനെ നമ്മളൊന്ന് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ആ പെൽവിക് റീജിയനുമായിട്ട് യൂട്രസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ ലിഗമെൻ്റ് ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഒരു സപ്പോർട്ട് പോലെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ്റെ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അങ്ങനെ പിടികിട്ടിയല്ലോ. ഇനി ഈ യൂട്രസ് തുറക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഓപ്പണിങ്ങിൽ കൂടെയാണ്. ആ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ സെർവിക്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. സെർവിക്സ് ഓപ്പൺ ചെയ്യുന്നത് വെജൈനയിലേക്കാണ്. ആ വെജൈനയിൽ കൂടെയാണ് മെൻസ്ട്രൽ ബ്ലഡ് ആണെങ്കിലും ബേബി ആണെങ്കിലും ഒക്കെ പുറത്തോട്ട് വരുന്നുണ്ടായിരിക്കുക. ഈ സെർവിക്സ് എന്ന് പറയുന്നത് ഒരു കനാല് പോലെയാണ്. ഒരു ചെറിയ ഭാഗം നമ്മൾ സെർവിക്സ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഈ സെർവിക്സ് ഒരു കനാല് പോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സെർവൈക്കൽ കനാൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഈ സെർവിക്സും വജൈനയൊക്കെ കൂടെ ഒരുമിച്ചൊരു വലിയ കനാലാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ബർത്ത് കനാൽ നമ്മുടെ പറഞ്ഞിട്ട് വിളിക്കലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. സെർവിക്സ് ഒരു കനാൽ പോലെ ആയതുകൊണ്ട് നമ്മൾ സർവൈക്കൽ കനാൽ എന്ന് വിളിക്കും. സെർവിക്സും വജൈനയും കൂടെ ചേർന്നാൽ നമ്മളതിനെ ബർത്ത് കനാൽ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. ക്ലിയർ അല്ലേ? ഇനി യൂട്രസിലോട്ട് തിരിച്ചു പോകുന്നു. ഇൻവേർട്ടഡ് പെയർ ഷേപ്പിലുള്ളൊരു സാധനമാണ് യൂട്രസ് എന്ന് പറഞ്ഞു. യൂട്രസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് 3 ലെയറുകളുള്ള ടിഷ്യൂ വെച്ചിട്ടാണ്. പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഏറ്റവും പുറമേയുള്ള ആ ഒരു ലെയറിനെയാണ് നമ്മൾ പെരിമെട്രിയോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ആൻഡ് നടുവിലുള്ള സ്മൂത്ത് മസിൽസ് ഒക്കെ കാണാൻ പറ്റുന്ന ലെയറിനെ നമ്മൾ മയോമെട്രിയം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഏറ്റവും ഉള്ളിലുള്ള ഗ്ലാൻഡുലാർ സെൽസ് ഒക്കെ കാണാൻ പറ്റുന്ന ലെയറിനെ നമ്മൾ എൻഡോമെട്രിയം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് നമ്മുടെ യൂട്രസിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് ഏത് ലെയറിനെ ടച്ച് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക? ഇന്നറിലുള്ള ഗ്ലാൻഡുലാർ ലെയറിനെ തൊട്ടിട്ടായിരിക്കും, ടച്ച് ചെയ്തിട്ടായിരിക്കും, കോൺടാക്റ്റിലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഇനി നമ്മൾക്ക് മെൻസ്ട്രൽ സൈക്കിളൊക്കെ സംഭവിക്കില്ലേ? മെൻസ്ട്രൽ സൈക്കിൾ നമ്മൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പഠിക്കും. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ സംഭവിക്കുന്ന എപ്പോഴാണ്? ഫെർട്ടിലൈസേഷൻ നടക്കാതെ വരുമ്പോഴത്തേക്കുമാണ്. ഈ ഓവം സ്പേമുമായിട്ട് മീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് നമ്മൾക്ക് മെനിസ്ട്രേഷൻ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. മെനിസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ ഈ ഓവം ചത്തുപോയല്ലോ, സ്പേമുമായിട്ട് കൂട്ടിമുട്ടാതെ ഓവം ചത്തുപോയി. ആ ഡെഡായിട്ടുള്ള ഓവം കൂടാതെ നമ്മുടെ യൂട്രസിൻ്റെ എൻഡോമെട്രിയം കൂടെ നശിച്ച് ഡിസ്ട്രോയിഡ് ആയിട്ട് താഴേക്ക് വരുന്നുണ്ട്. ആ ഡിസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് മെൻസ്ട്രേഷൻ സംഭവിക്കുമ്പോൾ അത്രയും ബ്ലഡ് ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂട്രസിൻ്റെ എൻഡോമെട്രിയമാണ് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് നശിക്കുന്നത്. ഈ എൻഡോമെട്രിയം നശിച്ചതും ഓവം ഡെഡായി പോയതും കൂടെ ഒരുമിച്ചാണ് മ്യൂക്കസും ബ്ലഡും എന്നുള്ള രീതിയിൽ മെൻസ്ട്രൽ ഫ്ലോ ആയിട്ട് നമുക്ക് പുറത്തോട്ട് വരാം. പിടികിട്ടിയോ? അപ്പോൾ മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് ഏത് ലെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? എൻഡോമെട്രിയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഡെലിവറിക്ക് അടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഡെലിവറി പെയിൻ ഇൻഡ്യൂസ്ഡ് ആവും അല്ലേ? അപ്പോൾ ഡെലിവറി പെയിൻ ഉണ്ടാകുന്നതിന് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, മയോമെട്രിയത്തിനകത്ത് സ്മൂത്ത് മസിലുകളാണ് കാണുക. ഈ സ്മൂത്ത് മസിലുകൾ ഭയങ്കരമായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഡെലിവറി പെയിൻ രൂപപ്പെടുന്നത്. അപ്പോൾ ഡെലിവറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് മിഡിൽ ലെയർ ആയിട്ടുള്ള മയോമെട്രിയമാണ്. അതും കൂടെ ഓർക്കുക. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമ്മളിപ്പോൾ ഓവറി പഠിച്ചു, ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ് പഠിച്ചു, യൂട്രസ് പഠിച്ചു, സെർവിക്സ് പഠിച്ചു, വജൈന പഠിച്ചു. 5 പാർട്സ് നമ്മളെ കഴിഞ്ഞു. ഇനി 6ാമത്തെ പാർട്ട്, അതാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ടായിരുന്നു. അതായിരുന്നു പീനസ്. കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എല്ലുകളില്ലാത്ത മസിൽസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് പീനസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. പക്ഷേ ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ടിഷ്യൂസിൻ്റെ ഫോൾഡുകളായിട്ടാണ് ഈ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ടിഷ്യൂ ഫോൾഡ്സിൻ്റെ പേരുകൾ നമ്മളിവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് ഈ എക്സ്റ്റേണൽ ജെനിറ്റാലിയ കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 5 ഭാഗങ്ങളാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയയിൽ ഉൾക്കൊള്ളുന്നത്. മോൺസ് പ്യൂബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ, ക്ലിറ്റോറസ്. ഇങ്ങനെ 5 പാർട്സാണ്. ഇത് എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. മോൺസ് പ്യൂബിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ടിഷ്യൂ ഇല്ലേ, അതിൻ്റെ ഒരു ലെയറാണ്, ഒരു കുഷ്യൻ മാതിരിയുള്ള ഒരു ലെയറാണെന്ന് വേണം പറയാനായിട്ട്. ആൻഡ് ഈ മോൺസ് പ്യൂബിസിനെ കവർ ചെയ്തിട്ടാണ് നമ്മളുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ പോർഷനിൽ സ്കിന്നും അതുപോലെ പ്യൂബിക് ഹെയർ ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ എവിടെയാണോ പ്യൂബിക് ഹെയറും സ്കിന്നും ഒക്കെ കാണുന്നത്, ജെനിറ്റൽ പോർഷനിൽ എവിടെയാണോ കാണുന്നത്, അത് ആക്ച്വലി ഏത് ലെയറിനെയാണ് സൂചിപ്പിക്കുന്നത്? മോൺസ് പ്യൂബിസിനെയാണ് സൂചിപ്പിക്കുന്നത്. പിടികിട്ടിയോ? ഇനി മോൺസ് പ്യൂബിസിൻ്റെ താഴെയായിട്ട് നമ്മുടെ വജൈനയെ സറൗണ്ട് ചെയ്തിട്ട് കാണുന്ന ഒരു ടിഷ്യൂ ഫോൾഡാണ് ലേബിയ മെജോറ എന്ന് പറയുന്നത്. മോൺസ് പ്യൂബിസിൻ്റെ താഴെ എക്സ്റ്റെൻഡഡ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ, എക്സ്റ്റെൻഡഡ് ആയിട്ട് കാണാൻ പറ്റും. മോൺസ് പ്യൂബിസിന് താഴെ നമ്മുടെ വജൈനൽ ഓപ്പണിങ്ങിനെ സറൗണ്ട് ചെയ്തിട്ടുള്ളതാണ് ലേബിയ മെജോറ. ഇനി ലേബിയ മെജോറയുടെ താഴെ വരുന്നതാണ് ലേബിയ മൈനോറ. ആൻഡ് 2 ലേബിയ മൈനോറകൾ നമുക്കുണ്ട്. പെയർഡായിട്ടാണ് ലേബിയ മൈനോറ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ വജൈന എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പണിംഗ് എടുത്ത് നമ്മൾ പറഞ്ഞില്ലേ, ആ വജൈനയെ കവർ ചെയ്തിട്ട് ചില ആളുകളിൽ, എല്ലാ ആളുകളിലും ഉണ്ട് കേട്ടോ, പക്ഷെ ചില ആളുകളിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് കാണാൻ പറ്റും, ഒരു മെംബ്രെയിൻ ഉണ്ട് ഈ വജൈനയെ കവർ ചെയ്തിട്ട്. അതിൻ്റെ പേരാണ് ഹൈമൻ.
ഓക്കെ. ആൻഡ് അത് മാത്രമല്ല, നമ്മളുടെ 2 ലേബിയ മൈനോറ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ 2 ലേബിയ മൈനോറയുടെ ഭാഗത്തായിട്ട് യൂറീത്രയുടെ മുകളിലായിട്ട്, യൂറീത്ര ഒരു ഓപ്പണിംഗ് ആണല്ലോ, അതിൻ്റെ മുകളിലായിട്ട് കാണുന്ന ഫിംഗർ മാതിരിയുള്ള സ്ട്രക്ചേഴ്സാണ് ക്ലിറ്ററിസ്. മനസ്സിലായോ? നമ്മളെ ജെനിറ്റൽ പോർഷനിൽ സ്കിന്നും എയറും കാണുന്ന പോർഷനാണ് മോൺസ് പ്യൂബസ്. അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ വെജൈനൽ ഓപ്പണിങ്ങിൻ്റെ അവിടോട്ട് എക്സ്റ്റെൻഡ് ചെയ്തതാണ് ലേബിയ മജോറ. അതിന് താഴെയായിട്ട് ഒരു പെയോർഡായിട്ടുള്ള രീതിയിൽ കാണുന്ന ടിഷ്യൂ ആണ് ലേബിയ മൈനോറ. ഇനി വജൈനേനെ സറൗണ്ട് ചെയ്തിട്ട് ആളുകളിൽ കാണുന്ന ഒരു മെംബ്രെയിനാണ് ഹൈമൻ. ഇനി അതും കഴിഞ്ഞ് 2 ലേബിയ മൈനോറകളുടെ ആ ഒരു ഭാഗത്തും നമ്മുടെ യൂറിത്രയുടെ ഭാഗത്തുമായിട്ട് കാണുന്ന ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ആര്? ക്ലിറ്ററിസ് എന്ന് പറയുന്നത്. ഹൈമനിലോട്ട് തിരിച്ചു വരാം. നമ്മൾ വിർജിനിറ്റി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഹൈമനാണ് വിർജിനിറ്റി നിശ്ചയിക്കുന്നതെന്ന് വേണം പറയാൻ. എടാ, ഈ മെംബ്രെയിൻ ആക്ച്വലി, ഈ ഹൈമൻ എന്ന് പറഞ്ഞിട്ടുള്ള മെംബ്രെയിൻ എല്ലാവരിലും ഉണ്ട്. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ചെറിയ പ്രായത്തിൽ ഡാൻസൊക്കെ കളിക്കുകയോ അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ ഇൻവോൾവ് ആവുകയോ അല്ലെങ്കിൽ കാലുകൾ ഉപയോഗിച്ച് ബോഡിലി ആക്ടിവിറ്റീസ് കൂടുതലുള്ളൊരു ലേഡിയിൽ ഇത് ചെറിയ പ്രായത്തിൽ തന്നെ ഈ മെംബ്രെയിൻ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും. പിടികിട്ടിയോ? ചില ആളുകളിൽ അത്ര ആക്ടിവിറ്റി ഒന്നും ഇല്ലാതിരുന്ന സ്ത്രീകളിൽ ആ ഹൈമൻ അങ്ങനെ തന്നെ തുടരും. ഫസ്റ്റായിട്ട് നമ്മൾ സെക്ഷുവൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുമ്പോഴത്തേക്കുമാണ് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ബ്ലഡ് റിലീസ് ചെയ്യുന്നത്, ബ്ലീഡിങ് ഉണ്ടാവുന്നതൊക്കെ. പണ്ടത്തെ ആളുകൾ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ സെക്ഷുവൽ ഇൻ്റർകോഴ്സിൽ ഇൻവോൾവ് ആവാത്ത ലേഡീസിലാണ് ഇതുപോലെ ബ്ലീഡിങ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ ലേഡി വിർജിൻ ആണെന്നും, അല്ല എന്നുണ്ടെങ്കിൽ ലേഡി വിർജിൻ അല്ല എന്നുള്ളതുമാണ് അതിൻ്റെ മീനിങ് എന്നൊക്കെയാണ് പണ്ടത്തെ ആളുകൾ പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ചില ആളുകളിൽ ഈ ഹൈമൻ ബ്രേക്ക് ചെയ്ത് ചെറിയ പ്രായത്തിലേ പോകും. അപ്പം അതുകൊണ്ട് അവർ വിർജിൻ അല്ലെന്നാണോ? അങ്ങനെയല്ല അല്ലേ? ചില ആളുകളിൽ ഇത് നേരത്തെ ബ്രേക്ക് ചെയ്തു പോകുന്നു, ചില ആളുകളിൽ ഫസ്റ്റ് ഇൻ്റർകോഴ്സ് വരെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ വിർജിനിറ്റിയുമായിട്ട് ഈ ഹൈമന് യാതൊരു ബന്ധമില്ല. ആൻഡ് മോർ ഓവർ, വിർജിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമേ ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് എ മിത്ത്. ആളുകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളൊരു മിത്ത് മാത്രമാണ് ഈ വിർജിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിർജിനിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ ഒരു ശുദ്ധി തെളിയിക്കുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് എ മെംബ്രെയിൻ. അതുകൊണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്തു പോയി, അത്ര തന്നെ. അപ്പോൾ ഇവിടെ കോയിറ്റസ് എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ ഇൻ്റർകോഴ്സിൻ്റെ വേറൊരു വാക്കാണ്. കോപ്പുലേഷൻ എന്ന് പറഞ്ഞാലും കോയിറ്റസ് എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം ആയിട്ടുള്ള വാക്കുകളാണെന്നുള്ളത് ഓർക്കുക കേട്ടോ. ശരി. ആൻഡ് ഇത്രയുമാണ് നമ്മളുടെ 6 പാർട്സ്. നമ്മൾ ഓവറിൽ നിന്ന് തുടങ്ങി, ഓവറി, ഓവിഡക്റ്റ്, യൂട്രസ്, സെർവിക്സ്, വജൈന, എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അത് കംപ്ലീറ്റ് ചെയ്തു. ഇത്രയും ഭാഗങ്ങൾ പെൽവിസ് റീജിയനിൽ ഇരിക്കുന്നതാണെന്നുള്ളത് മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് നമ്മൾക്ക് 2 മാമറി ഗ്ലാൻഡുകളുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മാമറി ഗ്ലാൻഡുകളെ കൂടെ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് 2 മാമറി ഗ്ലാൻഡുകളാണുള്ളത് പെയോഡായിട്ട്. ആൻഡ് കൊളോക്കിയലി നമ്മളതിനെ ബ്രസ്റ്റ് എന്ന് വിളിക്കും. ആൻഡ് യൂഷ്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ബ്രസ്റ്റ് ഒരു ഗ്ലാൻഡുലാർ ടിഷ്യൂ ആണ്. കുറേ ഗ്ലാൻഡുലാർ ആയിട്ടുള്ള സെൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഒരു മാമറി ഗ്ലാൻഡ്. അതിനകത്ത് ഗ്ലാൻഡുലാർ ടിഷ്യൂവും ഉണ്ട്, ഫാറ്റും ഉണ്ട്. ഓരോ മനുഷ്യരിലും എത്രത്തോളം ഫാറ്റാണോ മാമറി ഗ്ലാൻഡിൽ ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ളത് അതിനനുസരിച്ച് അവരുടെ മാമറി ഗ്ലാൻഡ്സിൻ്റെ സൈസ് വേരി ചെയ്യും. ദാറ്റ് മീൻസ് ബ്രസ്റ്റിൻ്റെ സൈസ് വേരി ചെയ്യും. ചില ആളുകളിൽ അധികം ഫാറ്റ് ഡിപ്പോസിഷൻ കാണില്ല, അവർക്ക് ചെറിയ ബ്രസ്റ്റ് ആയിരിക്കും. ചില ആളുകളിൽ ഭയങ്കരമായിട്ടുള്ള ഫാറ്റ് ഡിപ്പോസിഷൻ കാണും, അവരിൽ വലിയ തോതിലുള്ള ബ്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ബ്രസ്റ്റ് സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ദാറ്റ്സ് അപ്പോൺ amount of fat that is deposited. പിടികിട്ടിയോ? ശരി. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഈ മാമറി ഗ്ലാൻഡ് ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു മാമറി ഗ്ലാൻഡിനകത്ത് ഗ്ലാൻഡുലർ ടിഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മളുടെ ഓരോ ബ്രസ്റ്റിലുമുള്ള ഗ്ലാൻഡുലർ ടിഷ്യൂ ഒരുപാടുണ്ട് അല്ലേ? അപ്പോൾ ഓരോ ബ്രസ്റ്റിലുമുള്ള ഗ്ലാൻഡുലർ ടിഷ്യൂവിനെ നമ്മൾ പല കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ആ കമ്പാർട്ട്മെൻറ്റ്സിനെയാണ് നമ്മൾ മാമറി ലോബ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഒരു ബ്രസ്റ്റിൽ ഏകദേശം 15 മുതൽ 20 മാമറി ലോബുകൾ വരെ കാണും. ജസ്റ്റ് നമ്മുടെ ഗ്ലാൻഡുലർ ടിഷ്യൂവിനെ ഇങ്ങനെ ഗ്രൂപ്പാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ എത്ര ഗ്രൂപ്പുകളായിട്ട് കാണാം? 15 മുതൽ 20 ഗ്രൂപ്പുകൾ വരെ കാണാനായിട്ട് പറ്റും. ആ ഗ്രൂപ്പുകളെ നമ്മൾ എന്താ വിളിക്കുക? മാമറി ലോബ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഈ ലോബുകളിൽ ചില സെൽസിനെ കാണാൻ പറ്റും. ആ സെൽസിനെയാണ് നമ്മൾ ആൽവിയോളൈ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. നമ്മൾ ലങ്സും റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുള്ള ആൽവിയോളൈ ഇല്ലേ, അതുപോലെ തന്നെയുള്ള ആൽവിയോളൈകളാണ്. ദാറ്റ് മീൻസ് ഇലാസ്റ്റിക് ആയിട്ടുള്ള സെൽസ് ആയിരുന്നു ലങ്സിലെ ആൽവിയോളൈ. എയർ വരുമ്പോൾ ഇവർ വീർത്ത് വരും. ബലൂൺ ഇൻഫ്ലേറ്റഡ് ആകുന്നത് പോലെ ഇൻഫ്ലേറ്റഡ് ആകും. കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഇവർ ചുരുങ്ങും. ഇങ്ങനെയൊക്കെ മിസ് ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതേ സെയിം സ്ട്രക്ചർ തന്നെയാണ് മാമറി ഗ്ലാൻഡിലെ ഈ പറഞ്ഞിട്ടുള്ള ആൽവിയോളൈക്കും ഉള്ളത്. അവർ ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. പ്രഗ്നന്റ് ലേഡീസിൽ ബ്രസ്റ്റ് ഇങ്ങനെ കുറച്ചൊന്ന്
ലാർജർ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. പ്രഗ്നൻ്റ് ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് സൈസ് വീണ്ടും കുറഞ്ഞു പോകും അല്ലേ. അതിനുള്ള കാരണം എന്താ, നമ്മുടെ ആൽവിയോളൈകൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് കുട്ടികളെ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ ആൽവിയോളൈക്ക് അത് നിറയെ മിൽക്ക് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അക്യുമുലേഷൻ വരുന്നതുകൊണ്ടാണ് നമ്മുടെ ബ്രസ്റ്റ് സൈസ് കൂടുന്നത്. പിന്നീട് നമ്മളുടെ ലാക്ടേഷൻ പീരീഡ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ആൽവിയോളൈകളുടെ ഉള്ളിൽ മിൽക്ക് ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രസ്റ്റ് സൈസ് വീണ്ടും കുറഞ്ഞു പോകും. പിടികിട്ടിയോ? അപ്പോൾ ഈ ആൽവിയോളൈ സെൽസാണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവരതിനെ അതിൻ്റെ ആ ഒരു ക്യാവിറ്റിക്കകത്ത് അല്ലെങ്കിൽ ആ ലൂമനകത്ത് സൂക്ഷിച്ചു വയ്ക്കും. ഈ ആൽവിയോളൈ ഇത് കുട്ടിയുടെ അടുത്തേക്ക് എത്തണ്ടേ, അപ്പോൾ എങ്ങനെയെങ്കിലും തുറന്ന് പുറത്തോട്ട് വരണമല്ലോ. ദാറ്റ് മീൻസ് ആൽവിയോളൈ കടന്ന് ഈ മിൽക്ക് വെളിയിലോട്ട് വരണം. അപ്പോൾ ആൽവിയോളൈ തുറക്കുന്നത് ഒരു ട്യൂബിലേക്കാണ്. ആ ട്യൂബിൻ്റെ പേരാണ് മാമറി ട്യൂബ്യൂൾസ്. ഓക്കെ, ഇതുപോലെ ഒരുപാട് മാമറി ട്യൂബ്യൂളുകൾ നമ്മുടെ മാമറി ഗ്ലാൻസിലുണ്ട്, ഒരുപാട് എണ്ണം ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു വലിയ ട്യൂബ്, അതിനെയാണ് നമ്മൾ മാമറി ഡക്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ആദ്യൊരു സെല്ലുണ്ടായിരുന്നു, അതാണ് ആൽവിയോളൈ. ആൽവിയോളൈ തുറക്കുന്നത് ഒരു ട്യൂബിലേക്കാണ്, അതിൻ്റെ പേരാണ് മാമറി ട്യൂബ്യൂൾ. അപ്പോൾ ആൽവിയോളൈക്കകത്തുണ്ടായിരുന്ന പാലെല്ലാം ഈ മാമറി ട്യൂബ്യൂളിലൂടെ പാസ് ചെയ്തു. കുറേ മാമറി ട്യൂബ്യൂളുകളുണ്ട്. ഇവരെല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു വലിയ കുഴലാണ് മാമറി ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്യൂബ്യൂളിൽ നിന്നുള്ള പാലിപ്പം ഡക്റ്റിലോട്ട് ഒഴുകി വരും. അങ്ങനെ ഒരുപാട് ഡക്റ്റുകൾ കാണാൻ പറ്റും. ഈ ഡക്റ്റുകളെല്ലാം കൂടെ ചേർന്നിട്ട് വലിയൊരു റീജിയനായിട്ട് മാറും, വലിയൊരു കുഴലായിട്ട് മാറും. അതിൻ്റെ പേരാണ് മാമറി ആംപുള്ള. അപ്പോൾ മാമറി ഡക്റ്റിൽ നിന്നുള്ള പാലിപ്പോൾ മാമറി ആംപുള്ളയിലോട്ട് എത്തും. ആൻഡ് മാമറി ആംപുള്ളിനെ നമ്മൾ വേറൊരു ഡക്റ്റിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ലാക്റ്റിഫറസ് ഡക്റ്റ്. ലാക്റ്റിഫറസ് ഡക്റ്റിലൂടെ ഇനിയിപ്പോൾ പാലൊഴുകിയിട്ട് നിപ്പിൾസിലൂടെ കുട്ടിക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, സക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫ്ലോ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. പാൽ ഒഴുകുന്ന ആ ഒരു ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൽവിയോളൈ, എന്നിട്ട് എന്തുണ്ടായിരുന്നു, മാമറി ട്യൂബ്യൂൾസ് ഉണ്ടായിരുന്നു. മാമറി ട്യൂബ്യൂൾസിൽ നിന്ന് അത് മാമറി ഡക്റ്റിലോട്ടെത്തി. മാമറി ഡക്റ്റിൽ നിന്ന് അത് മാമറി ആംപുള്ളിലോട്ടെത്തി. മാമറി ആംപുള്ളിൽ നിന്ന് അത് ലാക്റ്റിഫറസ് ഡക്റ്റിലോട്ടെത്തി. അവസാനം നിപ്പിൾ വഴിയായിട്ട് കുട്ടിക്ക് അത് സക്ക് ചെയ്തെടുക്കാൻ പറ്റി. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ഈ ഒരു പിക്ചർ കണ്ടോ നിങ്ങൾ? ഇതാണ് നമ്മുടെ മാമറി ഗ്ലാൻഡിൻ്റെ പിക്ചർ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഫാറ്റ് ഡിപ്പോസിഷൻ നടത്തിയേക്കുന്നതായിട്ട്, ഫാറ്റ് എന്ന് ലേബിൾ ചെയ്തേക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. ദെൻ ആ ഫാറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സൈസ് കൺട്രോൾ ചെയ്യുന്നത്. ദെൻ മാമറി ആൽവിയോളസ് എന്ന് എഴുതിയേക്കുന്നുണ്ടോ? ആൽവിയോളസ് എന്ന് പറഞ്ഞാൽ ആൽവിയോളൈനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആൽവിയോളൈകൾ തുറക്കുന്നത് എന്തിലേക്കാണ്? ദാറ്റ് ഈസ് ആക്ച്വലി നമ്മളുടെ മാമറി ട്യൂബ്യൂൾ. ട്യൂബ്യൂളിന് അവിടെ ലേബിൾ ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലും ട്യൂബ്യൂളുകളുണ്ട്. ചെറിയ ചെറിയ കുഴലുകളാണല്ലോ ട്യൂബ്യൂൾ. അപ്പോൾ അതവിടെ ലേബിൾ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ട്യൂബ്യൂളുകളെല്ലാം ചേർന്ന്, ഈ ആൽവിയോളൈന്ന് ഡെവലപ്പ് ചെയ്യുന്ന ട്യൂബ്യൂളുകളെല്ലാം ചേർന്നുണ്ടാകുന്ന വലിയ കുഴലാണ് അവിടെ ലേബിൾ ചെയ്തിരിക്കുന്ന മാമറി ഡക്റ്റ്. ഈ പല പല മാമറി ഡക്റ്റുകൾ കൂടി ചേർന്നിട്ടുണ്ടാകുന്ന കുറച്ചും കൂടെ വലിയ കുഴലാണ് ആംപുള്ള. ആംപുള്ള എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന കുറച്ചും കൂടെ വലിയതാണ് ലാക്റ്റിഫറസ് ഡക്റ്റ്. ഈ ലാക്റ്റിഫറസ് ഡക്റ്റ് നിപ്പിളിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് അല്ലേ. ആൻഡ് പിന്നീട് കുട്ടി നിപ്പിൾ ത്രൂ അത് സക്ക് ചെയ്തെടുക്കുന്നുണ്ടായിരിക്കും. പിടികിട്ടിയോ? ഇതാണ് നമ്മളുടെ മാമറി ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ക്ലിയർ ആണോ? ആൻഡ് ഇതും കൂടെ നമ്മളുടെ ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? യെസ്. അപ്പം ഇതാണ് നമ്മളുടെ ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 7 പാർട്സും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഓവറി, ഓവിഡക്റ്റ്, യൂട്രസ്, സെർവിക്സ്, വജൈന, എക്സ്റ്റേണൽ ജെനിറ്റാലിയ, മാമറി ഗ്ലാൻഡ്, എല്ലാത്തിനെ പറ്റിയിട്ട് നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. യെസ്. അപ്പോൾ ദിസ് ഇസ് അബൌട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. എളുപ്പമാണ് അല്ലേ. ജസ്റ്റ് പേരുകൾ ഇങ്ങനെ പഠിച്ചു പോകാനുള്ളതേ ഉള്ളൂ. കാര്യമായിട്ട് നമ്മൾക്ക് ഇതിനകത്ത് ഓർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വലിയ വലിയ സംഭവങ്ങളൊന്നും ഇതിൽ ഇല്ലെന്ന് വേണം പറയാനായിട്ട്. ശരിയല്ലേ? യെസ്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ഉപകാരപ്രദമായിരുന്നു എന്ന് തോന്നുന്നു, അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് മോർ ഓവർ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് നന്ദി. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡിയും സോഷ്യൽ മീഡിയ IDs ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. ആൻഡ് അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പിക്കാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വയ്യാതെ വന്നിരുന്നതുകൊണ്ട് അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് സൺഡേ ആയിട്ട് കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സൺഡേ ആണെന്ന് വിചാരിച്ച് മടി പിടിക്കരുത്. ഞാനോ മടി പിടിച്ചില്ല, നിങ്ങളോ മടി പിടിക്കരുത്. എല്ലാവരും വീഡിയോ ഒക്കെ കാണുക കേട്ടോ. യെസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആൻഡ് ഇന്ന് അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് കുറച്ചധികം കാര്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിസ്റ്റം കഴിഞ്ഞു. ഇനിയും റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, മെൻസ്ട്രൽ സൈക്കിള്, പാർച്യൂറിഷൻ, ലാക്ടേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. അത് നമ്മൾ വരും ദിവസങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ് ആയിരിക്കുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.